ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. നമുക്കിന്ന് ഏത് മെയിൻ ഡിഷിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന സ്പൈസിയായ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. ബീഫ് പെപ്പർ റോസ്റ്റ്. ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ സ്വല്പം എരിവൊക്കെയുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ പെപ്പർ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നാടൻ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 കപ്പ് 4 കീറിയ ചുവന്നുള്ളി, 1 പച്ചമുളക് അരിഞ്ഞത്, 1 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 3 തണ്ട് കറിവേപ്പിലയും, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ബീഫ് ഒരു 90% വേവുന്നിടം വരെ കുക്ക് ചെയ്യണം. ഏകദേശം 5-6 വിസിൽ വേണ്ടിവരും. ഇതിനായി ബീഫിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉലർത്തിയെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. ഇപ്പോൾ കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇവ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 മീഡിയം സൈസ് സവോള കനം കുറച്ചരിഞ്ഞതും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാട്ടോ. സവോള നന്നായി ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ സവോള നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കണേ. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലെ വെള്ളം സഹിതം ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ ബീഫ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കണേ.
അവസാനമായി ഇതിലേക്ക് 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇറച്ചിയുടെ വേവ് നോക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.